അയ്യോ, വിശന്നിട്ട് വയറ് പാട്ടുപാടും. നമ്മുടെ പൂർവികർ ഒരു രാത്രി ആകാശം നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കഴിക്കാനുള്ളതുണ്ടായിരുന്നു, പക്ഷേ ടേസ്റ്റ് ഒന്നും പറയണ്ട. ഇതിന് വേറെ വഴിയൊന്നും ഇല്ലെന്ന് എല്ലാവരും ആലോചിച്ചു. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, നിങ്ങൾ ഇരിക്ക്, ഞാൻ പോയി എന്തെങ്കിലും പിടിച്ചോണ്ടും വരാം. കുറച്ചു കഴിഞ്ഞ് അവൻ ഭക്ഷണമായിട്ട് തിരിച്ചു വന്നു. അശ്ശി, ഇനി ഇതെന്ത് ചെയ്യണം? നേരെ തിന്നാ മതിയാ എന്ന് വിചാരിച്ച് ട്രൈ ചെയ്തു. പക്ഷേ സംഭവം അത്ര സെറ്റായില്ല. അപ്പൊ ദൂരെ ഒരു മിന്നൽ. എല്ലാവരും എന്താണ് മച്ചാനെ എന്ന മട്ടിൽ നോക്കി. മരത്തിന് തീ പിടിച്ച്. കൂട്ടത്തിൽ ഒരുത്തം പോലും അടുത്തേക്ക് പോയില്ല. അപ്പോഴേക്കും ഒരു ഇറച്ചി കഷ്ടം നേരെ തീയിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പുകയും മണമൊക്കെ ആയിട്ട് വന്നു. കിടിലം മണം. എടുത്തു നോക്കട്ടെ എന്നൊരുത്തൻ ധൈര്യമായിട്ട് മുന്നോട്ട് ചെന്നു. മണം പിടിച്ചപ്പോൾ തന്നെ അവന്റെ മുഖം മാറി. ഡേയ്, ഇതെന്തോ വേറെ ലെവലായിട്ടു. ചെറിയ കഷ്ണം കടിച്ചു നോക്കി. അടുത്ത സെക്കൻഡിൽ കണ്ണക്കാൻ കണ്ട് വലുതായി. അലിയ, ഇത് പൊളിയല്ല. അങ്ങനെ എല്ലാരും ഒന്നിച്ച് തുള്ളിച്ചാടി. അങ്ങനെ മനഃപൂർവ്വം ഭക്ഷണം തീയുടെ മുകളിൽ വെക്കാൻ തുടങ്ങി. ഗ്രിൽഡ് ഫുഡിന്റെ ജനനം. അങ്ങനെ വെച്ചാൽ നന്നാവുമല്ലേ? ഇങ്ങനെയൊന്ന് പരീക്ഷണം തുടങ്ങി. എല്ലാവരും ചേർന്ന് കഴിച്ചു. വിശപ്പും പോയി. ആഹാ, അടിപൊളി സാധനം. അപ്പോൾ ഒരുത്തൻ കൈ ഉയർത്തി. നമ്മൾ കണ്ടുപിടിച്ചടാ എന്ന ആഘോഷം തുടങ്ങി. പിന്നെ ഈ ട്രിക്ക് അടുത്ത തലമുറക്കും പഠിപ്പിച്ചു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മക്കളെ. മുടക്കിത്തിന് മക്കളെ, മുടക്കിത്തിന്. കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാവരും രാത്രിയിൽ തീ കൂട്ടി ഗ്രില്ല് ഫുഡ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ അന്നു മുതലേ ക്യാമ്പ് ഫയർ വെട്ടി ഗ്രില്ലടിക്കണ വൈബ് തുടങ്ങി. അങ്ങനെയാണ് മക്കളെ ഇന്ന് നിങ്ങളൊക്കെ കഴിക്കണ ഗ്രില്ല് ചിക്കൻ്റെ ജനനം. ഇപ്പം മക്കളെ, ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.